ബോസിൽ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനായിട്ട് ജാസ്മിൻ ജാഫറിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്താ പറയാ, ഇത്രയും ദിവസമായിട്ട് അധികം ആക്റ്റീവ് ഒന്നും അല്ലാതിരുന്ന നമ്മുടെ മുടിയനാണെങ്കിൽ ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എപ്പിസോഡ് എങ്ങനെയാ തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജിൻഡോ ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ പോയിട്ട് എല്ലാ പരതുക, അതായത് അർജുന്റെ ഡ്രസ്സ്, അർജുന്റെ മൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പരതുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ജിൻഡോ പോയിട്ട് അവരെ മൈക്ക് അടിച്ചു മാറ്റുവാണെന്നാ വിചാരിച്ചത്. പക്ഷെ ശരിക്കുള്ള സംഭവം എന്ന് വെച്ചാല് ജിൻഡോ ചെക്ക് ചെയ്യുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയുടെ കയ്യിലിരുന്ന ആ ഒരു പവർ കീ ഉണ്ടല്ലോ, അത് അർജുനോ അല്ലെങ്കിൽ റസ്മിനോ അടിച്ചു മാറ്റി എന്നുള്ളൊരു സംശയത്തിൽ അവരുടെ ഡ്രസ്സിലും മൈക്കിലും ഒക്കെ പോയി ചെക്ക് ചെയ്യുമായിരുന്നു ജിൻഡോ. അത് ആരാണ് അടിച്ചു മാറ്റിയത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പുള്ളിക്കാരൻ അത് ചെയ്തത്. എന്നിട്ട് പോയിട്ട് ബിഗ് ബോസിനോട് ഇത് കൺഫസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു, ഇത് ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കയ്യിൽ ഇരുന്നതാണ് ആ ഒരു കീ എന്ന് പറയുന്നത്. അത് എന്നോട് പറയാതെ എടുത്തോണ്ട് പോയത് എനിക്ക് ഒരുപാട് വിഷമമായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ബിഗ് ബോസിനോട് ഇതുപോലെ പോയിട്ട് ന്യായീകരിക്കുകയാണ്. പിന്നീട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ റസ്മിൻ ബായി ആണെങ്കിൽ നോറയുടെ അടുത്ത് പോയിട്ട് ക്ഷമാപണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നമോ ഒരു കോൺഫ്ലിക്റ്റോ ഉണ്ടായിട്ടുണ്ട്. അപ്പം റസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ, നിനക്ക് ഒരുപാട് വിഷമമായെന്ന് എനിക്കറിയാം, പക്ഷെ നിന്നക്ക് ഞാൻ ഒരു വാക്ക് തരുന്നുണ്ട്, ഇനി കേറിയിട്ട് അവള് നിന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവള് എന്ന് ഉദ്ദേശിച്ചത് ജാസ്മിനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെങ്കിലുമൊക്കെ നോറയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ റസ്മിൻ ബായി സമാധാനിപ്പിക്കുന്നുമുണ്ട്. പിന്നീട് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയൽക്കൂട്ടം ആണ്. അത് നമ്മുടെ യമുന റാണിയാണ് അത് ലീഡ് ചെയ്യുന്നത്. സംഭവം എന്തുവെന്ന് വെച്ചാല് ഇന്നലത്തെ ആ ഒരു ടാസ്ക് നടന്ന സമയത്തെ, അതായത് ഗബ്രി ആണെങ്കിൽ ജിൻഡോനെ ആക്ഷേപിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ഈ ബാഡ്ജ് കുത്താൻ വരുന്ന സമയത്ത് ജിൻഡോ എന്റെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സെന്റൻസ്. അപ്പൊ അതിനെ കുറിച്ചാണ് യമുന സംസാരിക്കുന്നത്. യമുന പറയുന്നുണ്ട്, ഇത് വളരെ മോശമായി പോയി, ഇത് അദ്ദേഹത്തിന്റെ ഇമേജിനെ വരെ ബാധിക്കും, ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു, ബിഗ് ബോസ് തന്നെ വാണിംഗ് കൊടുത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് യമുന പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, അല്ല ഈ ജിൻഡോയുടെ ഒരു കാര്യം, അതായത് ഇടയ്ക്കിടയ്ക്ക് ഗബ്രി ഈ പറഞ്ഞ ജിൻഡോനെ ഈ ഒരു രീതിയിൽ എന്താ പറയാ വെറുതെ ഒരു ഫേക്ക് ആയിട്ട് ആൾക്കാരുടെ മുന്നിൽ എന്താ പറയാ ജിൻഡോനെ ആക്ഷേപിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഫേക്ക് ആയിട്ട് ഒരു ഡ്രാമ കളിക്കുന്നതാണ് നമുക്ക് തോന്നിയുള്ളതാണെന്ന് ഇന്നലത്തെ ഒരു റിവ്യൂല് ഞാൻ പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് ഹൗസ് മേറ്റ്സിലെ ഭൂരിഭാഗം ആൾക്കാർക്കും തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പൊട്ടനല്ല. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പൊ ജിൻഡോ തൊടുന്നതെങ്കിൽ എന്താ പറയാ നമുക്ക് അതിന്റെ ഒരു മൈന്യൂട്ട് ഫീലിംഗ് എങ്കിലും വരും. അതായത് ജിൻഡോ അടുത്തോട്ട് വരുമ്പോ തന്നെ എന്നെ ലിപ് ലോക്ക് ചെയ്യാൻ വരുവാണോ, അതെന്ത് മെന്റാലിറ്റിയാണ്? അതായത് ഗബ്രി 24 മണിക്കൂർ ലിപ് ലോക്കിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ അങ്ങനെ തോന്നുന്നത്? അതൊരിക്കലും ഒരു ശരിയായ കാര്യമല്ല. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പറയാനേ പാടില്ല. ഗബ്രി കാണിക്കുന്നത് വെറും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. പിന്നീട് യമുന റാണി ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ജാസ്മിൻ എത്ര വയസ്സുണ്ട്, അവൾക്ക് 23 വയസ്സല്ലേ ഉള്ളൂ, അവള് എന്താ പറഞ്ഞത്, സെക്ഷൽ ഫ്രസ്ട്രേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ പറയാനാണെങ്കിൽ അവൾക്ക് എത്ര വയസ്സുണ്ട്, ഇപ്പൊ അവള് ഗബ്രിയായിട്ട് കാണിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ഞാൻ വരെ ഒരു നിമിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ അങ്ങനത്തെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലെ ഗബ്രിയായിട്ട് നടക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു പരാമർശമാണ് യമുന റാണി നടത്തുന്നത്. അപ്പൊ ജാൻമണി ഋഷി എല്ലാം ഇത് കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മള് എന്താ പറയാ ഒരു കണ്ടന്റും ഇല്ലാത്ത ജാസ്മിൻ ആണെങ്കിൽ വെറുതെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജിൻഡോന്റെ അടുത്ത് പോയി തള്ളി കയറുന്നതാണ് കാണിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാല് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ പറഞ്ഞല്ലോ, അതായത് 1.5 കുളിക്കത്തോളം. അപ്പൊ ജിൻഡോ ചോദിക്കുവാണ്, നീ 1.5 കുളിക്കത്തോളം എന്ന് പറയുന്നു, നീ ഒരു ബ്യൂട്ടി വ്ളോഗർ അല്ലേ, നിനക്ക് അത് ശ്രദ്ധിച്ചൂടെ എന്നൊക്കെ പറയാണ്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാനൊരു പ്രോപ്പർ ബ്യൂട്ടി വ്ളോഗർ ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ ആരടുത്തും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ 1.5 കുളിക്കുന്നതെന്ന് ഉദ്ദേശിച്ചത് എനിക്ക് വെള്ളം അലർജി ആയതുകൊണ്ടാണ് ഞാൻ കുളിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോന്നെല്ലാം പറയുന്നുണ്ട്. എന്താ പിന്നെ ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് മാറി ജിൻഡോ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും ജിൻഡോയുടെ പുറേ നടന്നൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറയാണ്. പിന്നീട് ജിൻഡോ ആണെങ്കിൽ അങ്ങ് സ്മോക്കിംഗ് റൂമിൽ കയറി ജാസ്മിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
സാധിച്ചത്. പിന്നാണെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഡ്രസ്സൊക്കെ മാറി എന്തോ സംഭവിച്ച് പുള്ളിക്കാരി കുളിച്ചിട്ടുണ്ട്. അപ്പൊ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടിങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവും മൈക്ക് എടുത്തിരുന്നില്ല. മൈക്ക് എടുത്ത് ബിഗ് ബോസ് ആണെങ്കിൽ ജാസ്മിനെ മൈക്ക് ഇടുന്നോ എന്ന് നോക്കിയിരിക്കണം തോന്നുന്നു. പക്ഷെ അങ്ങനെ അവള് ചെയ്തപ്പോ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ജാസ്മിൻ മൈക്ക് ഇടാത്തത് എന്താണ്, നിങ്ങൾ മാത്രമേ ഉള്ളല്ലോ ഈ ഒരു ഹൗസിൽ ഇങ്ങനെ മൈക്ക് ഇടാതെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ആണെങ്കിൽ വന്ന് ബിഗ് ബോസിനോട് പറയാണ്, എന്റെ പൊന്നു ബിഗ് ബോസ് എന്നോട് ഒന്ന് ക്ഷമിക്കും, ഞാനാണെങ്കിൽ ഡ്രസ്സ് മാറിയപ്പോ അറിയാണ്ട് അത് ഊരി വെച്ച് പോയതാന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ബിഗ് ബോസ് ആണെങ്കിൽ പറയാണ്, അതായത് ഇനി അടുത്ത ആഴ്ചത്തേക്കുള്ള ക്യാപ്റ്റനെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഏറ്റവും മനോഹരമായിട്ട് കളിച്ച ടണൽ ടീമാണ്. അപ്പൊ ടണൽ ടീമിൽ നിന്ന് ഏറ്റവും നല്ലതായിട്ട് കളിച്ചൊരു വ്യക്തിയെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം എന്നൊരു അഭിപ്രായമാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പൊ അത് പറഞ്ഞ സമയത്ത് തന്നെ യമുന റാണി ചാടിക്കേറി പറയുന്നുണ്ട്, എനിക്ക് ക്യാപ്റ്റൻ ആവണം. അപ്പം എന്തായാലും ഓഫ് കോഴ്സ് ഗബ്രിയും ജാസ്മിനും അവിടെ വെറുതെ ഇരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ യമുന റാണിയെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കുകളിൽ മനോഹരമായിട്ട് കളിച്ചത് ഗബ്രിയും ജാസ്മിനും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിക്ക് അർഹരെന്ന് പറയുന്നത് അവരിൽ ഒരാൾ തന്നെയാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ യമുന റാണി സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണോ അതിനകത്ത് കയറി കളിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ പുള്ളിക്കാരി ക്യാപ്റ്റൻസി വേണം എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരിയുടെ വാദം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലെ ആദ്യത്തെ ടാസ്കായ അലക്ക് കമ്പനി ടാസ്കിലെ ഏറ്റവും കൂടുതൽ തുണികൾ കഴുകിയത് ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിൽ അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, ഞാൻ ക്യാപ്റ്റൻ ആവും, നിങ്ങൾ ആരും ക്യാപ്റ്റൻ ആവാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് യമുന റാണി ആണെങ്കിൽ ഫേക്ക് ആണെന്ന് ഗബ്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യായത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല, ക്യാപ്റ്റൻ എനിക്ക് ആവണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പം ജാസ്മിൻ ആണെങ്കിൽ ക്യാപ്റ്റൻ ആവണമെന്ന് നല്ലോണം മനസ്സിലുണ്ട്. അപ്പൊ നൈസായിട്ട് ഗബ്രീനെ അങ്ങ് കറക്കാണ്. അപ്പൊ ഗബ്രി പറയുന്നുണ്ട്, ഓക്കെ ജാസ്മിൻ ക്യാപ്റ്റൻ ആയിക്കോട്ടെ എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട്. പിന്നീട് ജാസ്മിൻ അടുത്തിടക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, എന്നാൽ നമുക്ക് ഭൂരിഭാഗം എടുക്കാം, കാര്യം യമുന റാണി തിരിഞ്ഞു നിൽക്കുവാണല്ലോ. അപ്പം ജാസ്മിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരേഖയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ആര് ക്യാപ്റ്റൻ ആവണം എന്നാ. അപ്പം ശ്രീരേഖ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരായാലും, അതായത് ഗബ്രി ആയാലും ജാസ്മിൻ ആയാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മികച്ച രീതിയിൽ കളിച്ച രണ്ട് മത്സരാർത്ഥികളാണ്. അപ്പൊ രണ്ടിൽ ഒരാളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ജാസ്മിൻ പറയാണ്, എന്നാ പിന്നെ ഞാൻ തന്നെയാ ക്യാപ്റ്റൻ എന്നൊരു തീരുമാനത്തിൽ എത്തുന്നതും യമുന റാണി ഭയങ്കരമായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കി ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോയിട്ട് പുറത്ത് ചെന്ന് അവർ പറയുന്നുണ്ട്, അത് പാടില്ല, ഗബ്രിയെ പോലെ ഒരുത്താനും പല പവർ ടീമിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പവർ മിസ്യൂസ് ചെയ്യും. ആദ്യം തന്നെ പവർ ടീമിൽ വന്നപ്പം ഗബ്രി ഒരുപാട് രീതിയിൽ അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗബ്രി പവർ ടീമിൽ വരുന്നതിനോടും അതുപോലെ ജാസ്മിനെ ക്യാപ്റ്റൻ ആക്കുന്നതിനോടും താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രത്യക്ഷമായ ഒരുപാട് ആരോപണങ്ങൾ ഇവർക്കെതിരെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും തന്നെ അത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഗബ്രിയും ഇതുപോലെ വന്നിട്ട് പറയുന്നുണ്ട്, അതായത് യമുന റാണി പറഞ്ഞ ന്യായങ്ങൾ ഒന്നും തന്നെ ശരിയല്ല. കഴിഞ്ഞ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കില് ഏറ്റവും നന്നായിട്ട് മത്സരിച്ചത് ഞങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് ജാസ്മിന് തന്നെയാണ് അതിന് അർഹ. യമുന റാണി വെറുതെ ഇൻവിസിബിൾ ആയിട്ട് നിന്ന് കളിക്കുവാണ്, അവർ ഈ ഹൗസിലൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഗബ്രി പറയുന്നത് മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമെങ്കിലും ഈ ഒരു പറഞ്ഞ കാര്യത്തിലുള്ള ന്യായമുണ്ടെന്ന് എനിക്കും തോന്നി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യമുന റാണി ഇൻവിസിബിൾ ആയിട്ട് തന്നെയാണ് ഹൗസിൽ നിൽക്കുന്നത്. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് ഈ വീക്കിൽ അവർ പുറത്തും പോവും എന്നുള്ളൊരു കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് ഇതുപോലെ കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചാല്, ജാസ്മിനും വന്ന് പറയുന്നുണ്ട്, ഇത് എനിക്ക് തന്നെ ക്യാപ്റ്റൻ ആവണമെന്ന് പറയുന്നുണ്ട്. ശ്രീരേഖയും ഇതുപോലെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവിടെ ശ്രീരേഖയാണെങ്കിൽ ഒരു ആവശ്യവും ഇല്ലാത്തൊരു കാര്യം അവിടെ പറയാണ്. അതായത് മോശമായിട്ടുള്ള സംസാരങ്ങളെ കുറിച്ച്, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളെ കുറിച്ച് ഒരു ടോക്ക് വരുന്ന സമയത്ത് ശ്രീരേഖ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ഈ വീട്ടില് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള വർത്തമാനം നടത്തുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ജാൻമണിയാണ്. ജാൻമണിയാണെങ്കിൽ നോറയായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നത്തില് തേർഡ് ക്ലാസ് എന്ന് വിളിച്ചു എന്നൊരു ആരോപണം ശ്രീരേഖ നടത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിന് മറുപടിയായി ജാൻമണി സ്റ്റേജിൽ വന്ന് പറയുന്ന എന്റെ അമ്മോ മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്രയും എന്താ പറയാ, എനിക്കിപ്പോ ഓർമ്മ വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് ദിവസം മുമ്പേ, അതായത് 4-5 ദിവസം മുമ്പേ ഉള്ള ഒരു മോർണിംഗ് ടാസ്കില് ജിൻഡോ വന്ന് പറയുന്നുണ്ട്, അതായത് ഈ പറഞ്ഞ ജാൻമണി ഭയങ്കര ഫേക്ക് ആണ് എന്നൊരു കാര്യം വന്ന് പറയുന്നുണ്ട്. അപ്പൊ ജാൻമണി അകത്ത് കയറി ഭയങ്കരമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടു. ആ ഒരു സമയത്തൊക്കെ ഞാൻ കൈൻഡ് ഓഫ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ജാസ്മിൻ അല്ല ജാൻമണിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ
എന്താ പറയാ, എനിക്ക് ജാൻമണിയെ പേഴ്സണലി ഇഷ്ടമായിരുന്നു. പക്ഷെ എന്താ പറയാ, ഈ കഴിഞ്ഞൊരാഴ്ചയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാൻമണി ഫേക്ക് കളിച്ച് നിന്നതാണ് എന്ന് വ്യക്തമാക്കുന്ന പല ഇൻസിഡൻസും ഹൗസിനുള്ളിൽ നടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെയാണ് അവർ അഹങ്കാരം. അഹങ്കാരം പറയുന്നത് ഞാൻ ഭയങ്കര ബിസിനസ് ക്ലാസ്സിൽ മാത്രം ട്രാവൽ ചെയ്യുന്നതാണ്, ഐ ആം ജാൻമണി ദാസ്, റസ്മിൻ ബായിയെ ഞാൻ കാലിന്റെ കീഴിലോട്ട് കയറ്റി കളയും, അവൾക്ക് ആരാ ജാൻമണി ദാസ് ആരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് പ്രസംഗിക്കുവാണ്. പക്ഷെ ശരിക്കും ഈ ഒരു പ്രസംഗം കേൾക്കുമ്പം റെസ്പെക്റ്റിന് പകരം, അതായത് അവരോട് ഉണ്ടായിരുന്ന ഒരു റെസ്പെക്ട് പോയിട്ട് പകരം വെറും പുച്ഛം മാത്രമാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്താ പറയാ, ഇങ്ങനെയുള്ളൊരു ധാർഷ്ട്യം, അതായത് ഞാൻ ഭയങ്കര സമ്പന്നനാണ് അതുകൊണ്ട് ബാക്കിയുള്ള മനുഷ്യന്മാരെല്ലാം എന്റെ കാൽക്കീഴിലാണ് എന്നുള്ളൊരു ധാർഷ്ട്യം തീരെ ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊരു മോശം പ്രവൃത്തി തന്നെയാണ്. അത് ബിഗ് ബോസ് പോലൊരു ഹൗസിൽ വന്നിരിക്കുമ്പോൾ അവിടെ എല്ലാവരും ഈക്വൽ ആണ്, ഒരാൾക്ക് മറ്റൊരാൾക്കാടി വലുത് എന്നൊന്നും പറയാനില്ല. അപ്പൊ ജാൻമണി പറയുന്നത് ഞാൻ 2005 മുതലേ ഇതുപോലെ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യുന്ന ഒരു ലേഡിയാണ്, അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ജാൻമണി കിടന്ന് പ്രസംഗിക്കുന്നത്. അതിനോട് എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല. പക്ഷെ എന്തായാലും പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ നമ്മുടെ ജാസ്മിനെ ക്യാപ്റ്റനായിട്ട് എടുത്തിരിക്കുകയാണ്. പിന്നീട് ഇതുപോലെ ഗബ്രിക്ക് ഒരു പണിഷ്മെന്റ് കിട്ടിയത് ഓർമ്മയില്ലേ? അപ്പൊ ഗബ്രിയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ പെണ്ണുങ്ങളെ പോലെ ഡ്രസ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് വരിക. അങ്ങനെ ജാസ്മിൻ ഇങ്ങനെ നല്ല ഫണ്ണി ആയിട്ട് ഗബ്രീനെ ഒരുക്കുന്നുണ്ട്. പക്ഷെ ഒരുങ്ങി വന്ന സത്യം പറയല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഗബ്രീനെ ഒരു പെൺവേഷത്തില് കാണാന്. പിന്നീട് ഇതുപോലെ വീണ്ടും ഈ ജാൻമണിയുടെ തള്ളുകൾ കേട്ടിരിക്കുന്നത് മുടിയനും നമ്മുടെ അർജുനും ഒക്കെയാണ്. ജാൻമണി പറഞ്ഞ കാര്യങ്ങൾ പലതും ഇരുന്ന് ന്യായീകരിക്കാനും വിളിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേട്ട പ്രേക്ഷകരെ എല്ലാം കേട്ടതാണ്, അവരുടെ മനസ്സിൽ നിന്നതുമായില്ല. കാരണം ജാൻമണിയോടുള്ള ഒരു ഇഷ്ടം എനിക്ക് പേഴ്സണലി നഷ്ടപ്പെട്ടു, അതുപോലെ ഒരുപാട് പേർക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റം എന്ന് വേണമെങ്കിലും നമുക്ക് ജാൻമണിയെ പറയാം. പിന്നീട് ഇതുപോലെ നമുക്ക് ഹൗസിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തർക്കിക്കുന്നതും വാർത്താനം പറയുന്നതും ഒക്കെ തന്നെയാണ് മെയിൻ ആയിട്ടും കാണുന്നത്. പിന്നീട് അതിനുശേഷം ശ്രീരേഖയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് മറ്റൊരു സംഭവം നടക്കുന്നത് എന്താന്ന് വെച്ചാല്, ജാസ്മിൻ ആണെങ്കിൽ നൈസായിട്ട് ഗബ്രീനെ തേക്കാൻ നോക്കുക. സംഭവം എന്താന്ന് വെച്ചാല് ഗബ്രിയും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ഈ പറഞ്ഞ ജാസ്മിൻ ക്യാപ്റ്റൻ ആയത്. അപ്പൊ ക്യാപ്റ്റൻ ആയപ്പോ ജാസ്മിൻ ഇപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്യാപ്റ്റൻ ആണ് പവർ ടീമിലെ അംഗങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ജാസ്മിൻ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഗബ്രീനെ അതിനകത്ത് നിന്ന് എടുത്ത് കളയണം, അതായത് പവർ ടീമിൽ നിന്ന് കളയണം. അതായത് 2-3 ദിവസം മുമ്പേ ലാലേട്ടൻ വന്നൊരു എപ്പിസോഡിലും പറഞ്ഞായിരുന്നു, അതായത് ഗബ്രിയും ഞാനും 2 ടീമിലാവട്ടെ, 2 ടീമിലായി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ നാട്ടുകാരുടെ സംശയം ഒക്കെ മാറും എന്നുള്ളൊരു രീതിയിൽ വെളുപ്പിക്കാനായിരുന്നു ജാസ്മിൻ നോക്കിയത്. പക്ഷെ ഗബ്രി അന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അതേ ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ തേക്കാൻ നോക്കിയപ്പോഴും ഗബ്രി പറയുന്നത്, ജാസ്മിനെ നീ വേണമെങ്കിൽ ഫസ്റ്റ് വന്നോ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത് എനിക്ക് നല്ലതുപോലെ കളിക്കാനാണ്, അതൊരു പവർ ടീമിൽ ഞാൻ വന്നിരിക്കും എന്നാണ് ഗബ്രി പറയുന്നത്. അപ്പൊ ജാസ്മിൻ കാണിച്ച ഒരു വെറും പട്ടിത്തരമാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഗബ്രിയുടെ ഒക്കെ ഒന്നും പറയാതെ, കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞൊരു സമയത്ത് ഗബ്രി മറുത്തൊരു വാക്ക് പോലും പറയാതെ അതിന് സമ്മതിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ സമ്മതിച്ച ഒരു വ്യക്തിനെ പവർ കൊടുക്കാതിരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ജാസ്മിൻ അവിടെ കളിച്ചൊരു പ്ലേ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നീട് ഇതുപോലെ ശ്രീരേഖ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ശ്രീരേഖ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി യമുന റാണി ആണെങ്കിൽ ശ്രീരേഖയെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുക, കുറ്റം അവിടെ എവിടെയും പോയിരുന്ന യമുന റാണിയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പരദൂഷണമാണെന്ന് അറിയാലോ. അപ്പൊ യമുന റാണി അവിടെ എവിടെയും പോയിട്ടിരുന്നിട്ട് ഇതുപോലെ ശ്രീരേഖയുടെ കുറ്റം പറയണം. അപ്പൊ ശ്രീരേഖ ജിൻഡോയോട് പറയുന്നുണ്ട്, ജിൻഡോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതുപോലെ യമുന റാണിനെ പറഞ്ഞു മനസ്സിലാക്കണം, അവിടെ എവിടെ പോയിരുന്ന് കുറ്റം പറയുക, ഇവിടെ ആദ്യം വന്ന സമയത്ത് അമ്മ കളിക്കാനെന്നും പറഞ്ഞ് എല്ലാവർക്കും ഇഷ്ടമാ എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നിന്നു. പക്ഷെ പിന്നീടാണ് പുള്ളിക്കാരിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇവിടെ ആരും സപ്പോർട്ട് ഇല്ല എന്നൊരു കാര്യം മനസ്സിലായത്. അതുകൊണ്ട് ആ ഒരു ഗെയിം ഒന്നും ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് നമ്മുടെ ബിഗ് ബോസ് അടുത്തൊരു ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വീക്കിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത വ്യക്തികളെ ജയിലിലേക്ക് അടയ്ക്കേണ്ട സമയമാണ്. അപ്പൊ ജയിൽ നോമിനേഷൻ ആണ് അടുത്തത്. അപ്പൊ ജയിൽ നോമിനേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, ഋഷി വന്നിട്ട് ഇതുപോലെ നോറയെ നോമിനേറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് അപ്സര വന്നിട്ട് നോമിനേഷൻ നടക്കാൻ അല്ലെങ്കിൽ നോമിനേഷൻ പറയുന്ന സമയത്ത് ഇതുപോലെ ആവശ്യമില്ലാത്ത, അതായത്
ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞിട്ടും വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ഈ അപ്സര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയുടെ കുറ്റങ്ങളാണ്. അപ്പൊ ജിൻഡോ ചാടിക്കേറി റിയാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ജയിൽ നോമിനേഷൻ കൊടുക്കാൻ തന്നെയല്ലേ? അപ്പൊ ആ പരിപാടി ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു പോകാൻ നോക്ക്. ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ഒരു സദസ്സിൽ പറയണ്ട. ജിൻഡോനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ജിൻഡോ പവർ ടീമിലുള്ളതാ. അപ്പൊ അപ്സരയാണെങ്കിൽ എന്താ തിരിച്ചു കയറി പോവാണ്. അല്ല, അപ്സരയാണെങ്കിൽ ഇങ്ങനെ എന്താ ജിൻഡോനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തത്? ജിൻഡോ അല്ലേ മോശമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ പവർ ഉള്ളത് കൊണ്ട് മാത്രം ഒഴിവാക്കി വിട്ട് കഴിഞ്ഞാല് അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഉള്ളവർക്ക് എന്തും ചെയ്യാമെന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്സര കുറെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും അവസാനം നോമിനേറ്റ് ചെയ്യുന്നത് നോറേനെയാണ്. പിന്നീട് ഇതുപോലെ നോമിനേഷൻസ് വീണ്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഋഷി ആക്റ്റീവായിട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു ഇതിനുള്ള ഇൻസിഡന്റ്, അതായത് ശരണ്യായിട്ടുള്ള ഒരു പ്രശ്നം ഇന്നലെ നടന്നായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഇന്നും വീണ്ടും ആ ഒരു കാര്യം പറഞ്ഞിട്ട് ശരണ്യായിട്ട് ഋഷി ഏറ്റുമുട്ടുന്നുണ്ട്. ഋഷി നല്ലോണം വയലന്റ് ആവുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാല് നോമിനേഷൻ വരുന്ന സമയത്ത് ശരണ്യ പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് ഋഷിയുടെ ആയിരിക്കും. അപ്പൊ ഋഷിയുടെ പേര് പറയുന്നത് ഋഷിക്ക് ഇഷ്ടമല്ലല്ലോ നോമിനേറ്റ് ചെയ്യപ്പെടുന്നതും അത് ചെയ്യുന്നതും ഒന്നും ഋഷിക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ ശരണ്യ പറയുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു പോയി ചതിച്ചു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കും ആരോപിക്കുന്നത്. അപ്പൊ ഋഷി അതിന് കയറിയിട്ട് വ്യക്തമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ആരെന്നെ നോമിനേറ്റ് ചെയ്താലും ഞാൻ റിയാക്ട് ചെയ്യും, ഓവർ റിയാക്ട് ചെയ്യുന്നുള്ളൊരു തരത്തിലാണ് ഋഷിയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ ഋഷി അർജുനെയും നല്ലതുപോലെ ഊക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് അർജുൻ കൂടിയാണല്ലോ, അതായത് അർജുൻ ആണല്ലോ ആ ഒരു ഗെയിമിന് കൂട്ടുനിന്നത്. ഈ പറഞ്ഞ ശരണ്യയുടെ കൂടെ നിന്നിട്ട് കളിക്കാനുള്ള ഒരു പ്ലാന് അർജുൻ ആണല്ലോ കൊണ്ടുകൊടുത്തത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നീട് അവിടെ പ്രശ്നം ഋഷി ആണെങ്കിൽ ചെറുതായിട്ട് വഷളാവുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരുടെയൊക്കെ നോമിനേഷൻ കഴിഞ്ഞ് അവസാനം ജയിലിലായിട്ട് ഡയറക്റ്റ് പവർ ടീം നോമിനേറ്റ് ചെയ്യുന്ന ഗബ്രിയാണ് പവർ ടീം ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എല്ലാ അംഗങ്ങളും ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നോറയാണ്. അപ്പൊ ഈ 2 പേരായിരിക്കും അടുത്ത ആഴ്ചത്തെ അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ മോശം പ്രകടനത്താല് എന്താ പറയാ ജയിലിലേക്ക് പോകുന്ന വ്യക്തികൾ. പിന്നീട് അടുത്തതായിട്ട് ഡാസ്ലർ റിട്ടേണയുടെ ഒരു സ്പോൺസർഡ് ടാസ്ക് ആണ് ബിഗ് ബോസ് ഹൗസിന് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ടാസ്കില് അവരെന്താ പറയാ അവർ മേക്കപ്പ് സാധനങ്ങൾ കുറെ കൊടുത്തിട്ടുണ്ടാവും. ആ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു ബ്യൂട്ടി പിഗ്മെന്റ് ചെയ്യുക എന്നതുള്ളതായിരുന്നു അവരുടെ ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതായത് മെയിൽ കണ്ടസ്റ്റൻസിനെ ജഡ്ജസ് ആക്കി ഇരുത്തിയിട്ട് അവര് ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിരുന്നു. അപ്പൊ ട്രഡീഷണലില് അപ്സര, അതുപോലെ തന്നെ അപ്സര നന്നായിട്ട് പെർഫോം ചെയ്തു, അടിപൊളിയായിരുന്നു. ശ്രീരേഖ അങ്ങനെയുള്ളവരായിരിക്കും പെർഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു റൗണ്ടില് ഫാഷൻ അല്ലെങ്കിൽ ബ്യൂട്ടി നൈറ്റ് എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ട് ഒരു നെയിമിൽ വന്നിട്ട് ശരണ്യ നല്ല സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു. ശരണ്യയുടെ പെർഫോമൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെയും ജാൻമണിയൊക്കെ ആ ഒരു റൗണ്ടിൽ നോറയൊക്കെ പെർഫോം ചെയ്തെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ശരണ്യയുടെ തന്നെയായിരുന്നു. പിന്നെ തേർഡ് റൗണ്ടില് ഒരു വിന്റേജ് സ്റ്റൈൽ അതിനകത്ത് വന്നിട്ട് ജാസ്മിനും അതുപോലെ നമ്മുടെ ശ്രീതു ഒക്കെ പെർഫോം ചെയ്തത്. പക്ഷെ ജാസ്മിനും ശ്രീതുവും പെർഫോം ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് ജാസ്മിൻ പെർഫോം ചെയ്യുമ്പം ഗബ്രിയെയും അതുപോലെ ശ്രീതു പെർഫോം ചെയ്യുന്ന സമയത്ത് അർജുനെയും എന്തിനാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും എല്ലാവരും നല്ല മനോഹരമായിട്ട് തന്നെ ആ ഒരു ടാസ്ക് ചെയ്തു. അതിൽ പക്ഷെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ഇതുപോലെ അപ്സരയ്ക്ക്, അതുപോലെ ശരണ്യക്ക്, പിന്നീട് ജാസ്മിനുമാണ് കിട്ടുന്നത്. പിന്നെ ഈ എപ്പിസോഡിന്റെ ഒരു വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് ഗബ്രിക്ക് ഒരു കേക്ക് കിട്ടാണ്. അപ്പൊ ഈ കേക്ക് കൊടുത്തുകൊണ്ട് വന്ന ഗബ്രിയാണെന്നുണ്ടെങ്കിൽ ലിവിംഗ് റൂമിൽ വന്നിട്ട് ഇതുപോലെ ബോധം കെട്ട് വീഴുന്ന പോലെ അഭിനയിക്കുകയും പിന്നീട് ബോധം കെട്ട് വീഴുന്ന ആ ഒരു ഗബ്രി ഉണ്ടല്ലോ പതുക്കെ എന്താ പറയാ യമുന റാണിയുടെ മകളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞെട്ടിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഗബ്രി അവിടുന്ന് ഹാപ്പി ബർത്ത്ഡേ ആമി എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണീറ്റിട്ട് യമുനയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പൊ എന്തായാലും അതിമനോഹരമായിട്ട് തന്നെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഈ ഒരു ഫുൾ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ എല്ലാം അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ട് ചെയ്ത വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ബൈ ബൈ.